സഖാവേ 50 വർഷങ്ങളാണ് അടിയന്തരാവസ്ഥയ്ക്ക്. അങ്ങേക്ക് ഈ ഒരു ഘട്ടത്തിലിരിക്കുമ്പോൾ പല ഓർമ്മകളും ഉണ്ടാവും. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? അടിയന്തരാവസ്ഥ കോൺഗ്രസിനെ എതിർക്കുന്ന എല്ലാ പാർട്ടികളെയും, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളെ നാമാവിശേഷമാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. നിരോധിക്കാത്ത പാർട്ടികൾക്ക് പോലും പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചു. പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഈ പ്രവർത്തിക്കാനുള്ള എല്ലാ എതിരായ നിയമങ്ങളും, പ്രവർത്തനങ്ങൾ തടയാനുള്ള നിയമങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവർ ഉയർത്തിക്കൊണ്ട് അന്ന് വ്യാപകമായി ഉപയോഗിച്ച ഒരു നിയമമാണ് DIR, ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ എന്ന പേരിലുള്ള ഒരു നിയമം, ഒരു കരിനിയമം, എതിർ ശബ്ദങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പം 1975 ജൂൺ 25 അർദ്ധരാത്രിയിലാണ് ഈ പ്രഖ്യാപനം. രാത്രി 12 മണിക്ക് ശേഷം ആ പ്രഖ്യാപനം നടന്നപ്പം പത്രങ്ങൾക്ക് അവിടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അത് വിലക്കി. അന്ന് ദേശാഭിമാനി പുറത്തിറങ്ങിയത് മുഖപ്രസംഗം എഴുതാതെയാണ്. ആ മുഖപ്രസംഗത്തിൻ്റെ കോളം ഒഴിവാക്കിയിട്ടിട്ടാണ് ദേശാഭിമാനി പുറത്തിറങ്ങിയിട്ടുള്ളത്. CPIM അന്ന് നിരോധിക്കപ്പെട്ട പാർട്ടിയല്ല. പക്ഷേ CPMൻ്റെ നിരവധി നേതാക്കന്മാരെ അവർ കസ്റ്റഡിയിലെടുത്തു, തടങ്കലിൽ വെക്കുകയുണ്ടായി. മിസ പ്രകാരം അറസ്റ്റ് ചെയ്ത് ദീർഘകാലം, വിചാരണയില്ല, ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വരുന്ന സ്ഥിതി ഇതിൻ്റെ ഭാഗമായിട്ട് വരികയുണ്ടായി. പിന്നീട് അടിയന്തരാവസ്ഥ ഉപയോഗപ്പെടുത്തി തൊഴിലാളി മേഖലയിൽ ബോണസ് 8.33% മിനിമം ബോണസ്, അത് 4% കുറച്ചു. അപ്പോൾ നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി പുതിയ കരിനിയമങ്ങൾ പടച്ചുണ്ടാക്കി തൊഴിലാളിയുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നിലപാടിലേക്കാണ് പോയത്. നാവടക്കൂ പണിയെടുക്കൂ, ഇതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ഇടതുപക്ഷ പാർട്ടികൾ ശ്രമിച്ചു. പ്രത്യേകിച്ച് CITU സംഘടന ഈ ബോണസ് നിഷേധത്തിനെതിരായി നിരവധി സമരങ്ങൾ രാജ്യത്തുടനീളം സംഘടിപ്പിച്ചു. സമരം ചെയ്യാൻ പാടില്ല. നിരവധി തൊഴിലാളികൾ ആ സമരത്തിൻ്റെ ഭാഗം അറസ്റ്റ് വരിച്ച് ജയിലിനകത്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിലാണ് കോഴിക്കോട് ജില്ലയിൽ കുപ്രസിദ്ധമായ കക്കയം ക്യാമ്പ്, കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇതാണ്. നിരവധി ആളുകളെ, നിരവധി പാർട്ടി പ്രവർത്തകന്മാരെ പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ മർദ്ദനത്തിൻ്റെ ഭീകരത നമുക്കിപ്പോൾ വിശദീകരിക്കാൻ കഴിയുന്നൊരു സംഗതിയല്ല. വിശദീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഭീകരതയാണ് കക്കയം ക്യാമ്പ് വഴി ഉണ്ടായിട്ടുള്ളത്. അവിടെ ഞാൻ കക്കയം ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ അവർ അറസ്റ്റ് ചെയ്തു പോയി ഇതുപോലെ മർദ്ദിക്കുകയും ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവരുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നശിച്ചില്ലെന്ന് മാത്രമല്ല, അത് പൂർവാധിക ശക്തിയായി മുൻപോട്ട് പോകാൻ കഴിഞ്ഞ അനുഭവമാണ് അവിടെയുള്ളത്. അവിടെ അന്ന് ആളുകളെ, CPM പ്രവർത്തകന്മാരെ പിടിച്ചു കൊണ്ടുവരുന്നതിനും കസ്റ്റഡിയിൽ വെക്കുന്നതിനും അവരെ ആക്രമിക്കുന്നതിനും പോലീസ് സേനയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗമാണ്. അവർ പോലീസ് വാഹനത്തിൽ ആളുകളെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ കോൺഗ്രസിൻ്റെ വളണ്ടിയർമാരിട്ട് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരും ക്രൂരമായ മർദ്ദനങ്ങൾ നടത്താൻ തയ്യാറായി. ഞങ്ങളെടുത്തൊരു നിലപാട്, ഇതൊരു രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായി വന്ന പ്രശ്നങ്ങളാണ്. ആരോടും വ്യക്തിപരമായ എന്തെങ്കിലും ഒരു വിരോധമോ നിലപാടോ വെച്ചു പുലർത്തുകയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ അവിടെ 2001-2006 MLA ആയിരുന്നു. ആ ഘട്ടത്തിൽ ക്യാമ്പിൽ വളരെ മർദ്ദനത്തിന് നേതൃത്വം നൽകിയിരുന്ന പുലിക്കോടൻ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ MLA ഹോസ്റ്റലിൽ എന്നെ കാണാൻ വന്നു. അയാൾ അപ്പോൾ വരുമ്പോൾ സായിബാബ ഭക്തനാണ് അദ്ദേഹം. അപ്പോൾ അത് ഇതിനെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപമാകാം. പിന്നെ അന്ന് ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനമൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. അത് അവരുടെ ഒരു നിലപാടിൻ്റെ ഭാഗമായി വന്നു ചേർന്ന പ്രശ്നമാണ്. പക്ഷേ ഞങ്ങൾ ഇതിനെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ വിരോധമോ
അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ ഞങ്ങളെ ആക്രമിച്ചവരെ അതേപോലെ തിരിച്ചടിക്കുക അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും ചെയ്യുക എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി കണ്ടു. രാഷ്ട്രീയമായിട്ട് ഇതിനെ എതിർക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അതിജീവിച്ചുകൊണ്ടാണ് CPI മുമ്പോട്ട്. ഇപ്പം ജൂൺ 25 നേരം പുലരുന്ന സമയത്ത് അങ്ങ് ഇത് എങ്ങനെയാണ് അറിയുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അന്ന് എന്ന് പറയുന്നത് കുറച്ചുകൂടി യങ്ങാണ്, വിപ്ലവീര്യം വിപ്ലവീര്യം ഇങ്ങനെ സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു സമയമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിനോട് ചെറുത്ത് നിൽക്കാനുള്ള തോന്നൽ എങ്ങനെയായിരുന്നു ആ ഒരു മൊമെൻറ്റ്? ഞാനന്ന് വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. വളരെ ചെറിയ പ്രായം തന്നെയാണ്, ശരിയാണത്. ഞാൻ ഈ വാർത്ത ആദ്യമായി കേൾക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ വേറെ ഒരു പരിപാടി കഴിഞ്ഞ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അവിടെ നിന്നാണ് ഈ വാർത്ത അറിയുന്നത്. അപ്പം തന്നെ സ്ഥിതിഗതിയുടെ ഗൗരവം ഞങ്ങൾക്ക് ബോധ്യമായി. പിന്നീട് കുറേ ആളുകൾ പാർട്ടിയിൽ നിന്ന് ഒളിവിൽ പോകാൻ തീരുമാനിച്ചു. ഞങ്ങളെപ്പോലുള്ള ആളുകളെല്ലാം ഒളിവിലും തെളിവിലുമായിട്ട് നടക്കുകയാണ്. പക്ഷേ അടിയന്തരാവസ്ഥയെ എല്ലാ രീതിയിലും എതിർക്കുന്ന നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ അന്ന് പോലീസ് കക്കങ്കം അറസ്റ്റ് ചെയ്ത് പേരാമ്പ്ര ലോക്കപ്പിലിട്ടാണ് ആദ്യം. 1976 ഫെബ്രുവരി 25 ഞങ്ങളെ കുറേ ആളുകളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വെച്ചു, DER ഉപയോഗിച്ച്. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണം. ആ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യേണ്ടെന്ന് ഒരാവശ്യവുമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് കക്കയം ക്യാമ്പിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയത്. നമ്മളന്ന് പേരാമ്പ്ര എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ ലേബർ ലൈൻസിലൊക്കെ ചെറിയ യോഗങ്ങൾ നടത്തുമായിരുന്നു, യൂണിയൻ തീരുമാനങ്ങൾ അറിയിക്കാൻ. അതെല്ലാം നക്സലേറ്റ് യോഗമാണെന്ന് ചിത്രീകരിച്ചാണ് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അത് അവരുദ്ദേശിക്കുന്ന ഉത്തരം കൊടുക്കാൻ പറ്റില്ലല്ലോ, അതിന് വസ്തുതയില്ലാത്തതാണ്, യാഥാർത്ഥ്യമില്ല. നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ നിലപാടിനോട് ഞങ്ങൾക്ക് നയപരമായിട്ട് ആശയപരമായിട്ടൊന്നും ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല. അതൊരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ രൂപമല്ല. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഉറച്ച നിലപാട് ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റിന് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ബോധപൂർവം ഇത്തരം പ്രശ്നങ്ങളിൽ ഞങ്ങളെ ബന്ധപ്പെടുത്തി എന്നുള്ളതാണ്. ആക്രമിച്ച് തകർക്കാൻ അതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത്. പക്ഷെ അതിലൊന്നും നമ്മളാരും വിധേയമായില്ല, കീഴടങ്ങിയില്ല. ഞങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് പോയി. അങ്ങനെ ഒരു യാത്ര തുടരുകയാണ്. ഇന്നും ഇപ്പം ആ അടിയന്തരാവസ്ഥ എന്ന് കേൾക്കുന്ന സമയത്തെ ശരീരത്തിലും മനസ്സിലും ഒക്കെ ആ ഒരു ചെറിയ മുറിപ്പാടുകളുണ്ടോ? അല്ല, അത് ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്. അത് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ നിർണ്ണയിക്കുന്നതിൽ ഒരു തരത്തിലും ശരീരത്തിൻ്റെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ മർദ്ദനങ്ങൾ ഒരു തരത്തിലും ഈ ആവേശത്തെയോ ഞങ്ങളുടെ ആശയപരമായ ദൃഢതയെയോ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ജനങ്ങളെയും തൊഴിലാളികളൊക്കെ നല്ല നിലയിൽ ആശയത്തിൻ്റെ മേൽ ഉറപ്പിച്ച് നിർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യവും ഞങ്ങൾക്കുണ്ട്. ഒരു ഭീകരമായ ഒരു സംവിധാനത്തെ നേരിട്ട ഒരു അനുഭവം എന്നത് അത് രാഷ്ട്രീയ ജീവിതത്തിൽ ചെറുതല്ല. അത് കൂടുതൽ കരുത്തോടു കൂടി മുമ്പോട്ട് പോകാൻ അവസരം നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കും. ഇപ്പം നേരത്തെ പുലിക്കോടനെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ കാണുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമ്മളെ മർദ്ദിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഉദ്യോഗസ്ഥനായിട്ടായിരിക്കാം, അതിനപ്പുറം ഒരു കോൺഗ്രസിൻ്റെ കീഴിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് കൂടി ആയിരിക്കാം. പക്ഷേ അങ്ങേക്ക് കണ്ടപ്പോൾ, അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ ഈ പഴയകാല ചരിത്രമൊക്കെ ഓർമ്മ വന്നു. മനസ്സിലെന്താ തോന്നിയ സാർ? എനിക്ക് അദ്ദേഹത്തോട് ഒരു വിരോധമോ എതിർപ്പോ തോന്നിയിട്ടില്ല. അദ്ദേഹം നേരിട്ട് മർദ്ദിച്ചിട്ടുമില്ല. എന്നെ മർദ്ദിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അന്നൊരു കൊയിലാണ്ടി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന രത്നവേലു. അദ്ദേഹമാണ് എൻ്റെ പുറത്ത് ചവിട്ടി താളം പിടിച്ച് ഇളനീര് കുടിച്ചു. കോൺഗ്രസ്സുകാർ ഇഷ്ടം പോലെ ഇളനീര് കൊണ്ട് കൊടുക്കായിരുന്നു അവിടെ പോലീസുകാർക്ക് കുടിക്കാൻ. മർദ്ദിച്ച് ക്ഷീണം വരുമ്പോൾ അവർക്ക് ക്ഷീണം മാറ്റാൻ ഈ തടവിൽ കഴിയുന്ന ആളുകൾക്കൊന്നൊരു വെള്ളം പോലും കൊടുക്കുന്നില്ല. അതായിരുന്നു അവസ്ഥ. നടന്നു പോകാൻ കഴിയുമെങ്കിൽ പൈപ്പിൻ്റെ അടുത്ത് പോയിട്ട് വെള്ളം കുടിക്കാം. അതാണ് നില. അപ്പോൾ ഈ രത്നവേലു എന്ന സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ പുറത്ത് ചവിട്ടി താളം പിടിച്ച് ഇളനീർ കുഴിച്ചു. റൂമിൻ്റെ അറ്റത്ത് പോയിട്ട് അയാൾ ആ തൊണ്ട് എൻ്റെ ശരീരം, ഞാൻ ഒരു മൂലയ്ക്ക് ചുമരിന് അഭിമുഖമായിട്ട് ഇരുത്തിയിരിക്കുക, എൻ്റെ പുറത്തേക്ക് എറിഞ്ഞു ഈ തൊണ്ട്. ആ തൊണ്ട് എൻ്റെ പുറത്ത് വീണതിന് ശേഷം എനിക്ക് ബോധക്ഷയുണ്ടായി കുറച്ച് സമയം. അവിടെ ഈ തൊണ്ട് കൊണ്ട ഭാഗത്ത് ഇപ്പോഴും നീർക്കെട്ട് വരാറുണ്ട്. അത് പിന്നെ
ഞാൻ പിന്നെ പല ചികിത്സയും ഇത് മാത്രമല്ല വേറെ തല്ലുമുണ്ടല്ലോ, അതുകൊണ്ട് ചികിത്സയൊക്കെ നടത്തി അങ്ങനെ അങ്ങ് പോവുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് അവശതകൾ, ശാരീരിക അവശതകളുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ഞങ്ങളെല്ലാം മുമ്പോട്ട് പോയി. ഞങ്ങളെക്കാളും ഞങ്ങൾക്കൊക്കെ ജീവൻ രക്ഷപ്പെട്ടിരുന്നു. ജീവൻ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ. രാജൻ ജീവിച്ചിരിക്കുന്നില്ലല്ലോ, രാജനെ കൊന്നതല്ലേ അക്കാൻ ക്യാമ്പിൽ. അങ്ങനെ കൊല്ലാൻ ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ പ്രശ്നമല്ല. ഈ അമിതാധികാര വാഴ്ചയുടെ ഭാഗമാണത്. ഇവിടെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ഇപ്പം രാജനെ അവിടെ ആക്രമിച്ച് കൊന്ന്, രാജനാണ് മരിച്ചതെന്നുള്ള ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെല്ലാവരും ആ ക്യാമ്പിനകത്തുണ്ട്. പക്ഷെ എന്തോ സംഭവിച്ചതെന്നറിയാം. ആരോ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരാണെന്ന് മനസ്സിലായില്ല ആ സമയത്ത്. പിന്നീടാണ് ആ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി രാജനാണ് മരിച്ചതെന്നുള്ളത്. ഈച്ചർമാരുടെ നേതൃത്വത്തിലൊരു ജാഥയുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് പീഡനം അനുഭവിച്ചവരുടെ. അന്നത്തെ KSYF ആണ് ജാഥ സംഘടിപ്പിച്ചത്. TP ദാസനാണ് അന്ന് KSYFൻ്റെ സംസ്ഥാന സെക്രട്ടറി. ആ ജാഥയിൽ ഞാനൊരംഗമായിരുന്നു. അപ്പം വൈക്കം വിശ്വനായിരുന്നു അതിൻ്റെ ലീഡർ. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് യുവജന പ്രസ്ഥാനത്തിൻ്റെ നിലപാട് ഉയർത്തിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രചാരണ പരിപാടിയായിരുന്നു അത്. അപ്പം അതിലൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യം പറഞ്ഞു. അതിൻ്റെ ജാഥയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെത്തിയപ്പം ഈച്ചർമാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നിവേദനം കൊടുക്കാൻ പോയി. അന്നത്തെ മുഖ്യമന്ത്രി KK ആൻ്റണി ഈച്ചർമാരുടെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നും ഒരു അക്ഷരം അദ്ദേഹം സംസാരിക്കും. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഈച്ചർമാർ പറയുകയും ഞങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പിന്നെ ഡൽഹിക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഡൽഹിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. ഒരക്ഷരം ഈച്ചർമാരോട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് മറുപടി പറയും? അച്ഛൻ്റെ മുമ്പിൽ എന്തും ഈ മകൻ നഷ്ടപ്പെട്ടത് പോലീസിൻ്റെ മർദ്ദനം കൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് ആർക്ക് വിശദീകരിക്കാൻ കഴിയും? ആർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും? പക്ഷേ അത് കോൺഗ്രസ് ഭരണത്തിൽ അതിവിടെ നടന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. പിന്നീട് കോടതിയിലൊക്കെ പല കേസും വന്നു, കരുണാകരൻ രാജിവെക്കേണ്ടി വന്നു. അങ്ങനെയുള്ള പല രാഷ്ട്രീയ സംഭവങ്ങളും അതിനുശേഷം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അങ്ങയുടെ ഒരു രാഷ്ട്രീയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിലും ഒപ്പം തന്നെ സംഘടനാ കെട്ടുറപ്പ് ഉണ്ടാക്കുന്നതിലും ഇത്തരം സംഭവങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സംഭവത്തെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ മർദ്ദനത്തെ നേരിട്ടു, ആ മർദ്ദനത്തെ അതിജീവിച്ച് രാഷ്ട്രീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ അവിടെ എന്നെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി ഇതെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, എൻ്റെ മൂത്ത മകൻ പ്രഗ്നൻ്റാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് എവിടെയാണ് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു വിവരം വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഞങ്ങളുടെ സഖാക്കൾക്കാരും ഇല്ല. അപ്പോൾ പേരാമ്പ്ര ലോക്കപ്പിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള വിവരം പറഞ്ഞപ്പം അവരെന്നെ കാണാൻ വന്നു. പക്ഷേ പോലീസ് അനുവദിച്ചില്ല കാണാൻ. പോലീസ് അനുവദിച്ചില്ല മാത്രമല്ല, അവരെ വല്ലാതെ വഴക്ക് പറഞ്ഞ് തെറി വിളിച്ച് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെല്ലാം ഞങ്ങൾ നേരിട്ട് അതിനെല്ലാം അതിജീവിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അനുഭവങ്ങളൊക്കെ ഉണ്ട്.